ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनन्तकोटि वैष्णववृन्द की जय। ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ചർച്ചയിൽ എല്ലാവരുടെയും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണ ശ്ലോകമാണ് ആദ്യത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. സോ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ആരെങ്കിലും വേഴ്സും ട്രാൻസ്ലേഷനും അതേപോലെ താത്പര്യവും വായിക്കാൻ അയക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമ സംഗതാൻ അഭ്യാചഷ്ടാനുരാഗശ്രൈരന്ദീഭൂതേന ചക്ഷുഷാ. വർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മരണാസന്നനായ പിതാമഹന്റെ സമീപം സ്നേഹാധിക്യത്തോടെ മഹാരാജാവിന്റെ പുത്രർ മൗനമായി ഉപവിഷ്ടരായിരുന്നു. ഇത് കണ്ട് ഭീഷ്മർ വികാരപരവശത്തോടെ അവരെ അനുമോദിച്ചു. സ്നേഹവാത്സല്യങ്ങളുടെ ആധിക്യത്താൽ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. ഭാവാർത്ഥം: മഹാരാജാവ് പാണ്ഡു മൃത്യുവിന് ഇരയായപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരെല്ലാം ചെറിയ ബാലന്മാരായിരുന്നു. ആകയാൽ സ്വാഭാവികമായും അവർ രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ, വിശേഷിച്ചും ഭീഷ്മദേവന്റെ വാത്സല്യത്തിൻ കീഴിലാണ് വളർന്നു വന്നത്. പിന്നീട് പാണ്ഡവർ മുതിർന്നപ്പോൾ കൗശലക്കാരായ ദുര്യോധനനും കൂട്ടരും അവരെ വഞ്ചിച്ചു. പാണ്ഡവർ നിരപരാധികളാണെന്നും അവരെ അനാവശ്യമായ വിഷമത്തിൽ അകപ്പെടുത്തുകയാണെന്നും ഭീഷ്മദേവന് നല്ലവണ്ണം അറിയാമായിരുന്നെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അവരുടെ പക്ഷം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ഉദാത്തരായ തന്റെ പൗത്രർ തന്റെ സമീപം സൗമ്യരായി ഉപവിഷ്ടരായിരിക്കുന്നത് ദർശിച്ച മഹായോദ്ധാവായ ഭീഷ്മ പിതാമഹനെ തന്റെ വാത്സല്യ നിർഭരമായ ആനന്ദാശ്രുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അശ്രുക്കൾ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്നും താനെ പൊഴിഞ്ഞു. അത്യന്തം ധർമ്മിഷ്ഠരായ തന്റെ പൗത്രർ അനുഭവിച്ച കൊടിയ ദുരന്തങ്ങൾ അദ്ദേഹം സ്മരിച്ചു. ദുര്യോധനന്റെ സ്ഥാനത്ത് യുധിഷ്ഠിരന്റെ സിംഹാസനാരോഹണം നടന്നതിൽ നിശ്ചയമായും ഭീഷ്മദേവൻ അത്യധികം സംതൃപ്തനായ വ്യക്തിയായിരുന്നു. ആകയാൽ അദ്ദേഹം അവരെ അനുമോദിക്കാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ മാതാജി. കേൾക്കുന്നില്ല മാതാജി. ഹരേ കൃഷ്ണ മാതാജി, മ്യൂട്ട് ഹരേ ആണല്ലോ. കൃഷ്ണ. സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ശ്ലോകമാണ്. താങ്ക് യു സോ മച്ച് റോഷി മാതാജി, മീനു മാതാജി. താങ്ക് യു. സോ പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയ പ്രേമ സംഗതാൻ അഭ്യാചഷ്ടാനുരാഗശ്രൈർ അന്ധിഭൂതേന ചക്ഷുഷ. നമ്മൾ ശ്ലോകം ഇതാണ് ചർച്ച ചെയ്യണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും വന്നതിന് എല്ലാവർക്കും വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി. ഭാഗവത്തില് ഭഗവാൻ പറയും, തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം കർണപീയൂഷം ആസാദ്യ ത്യജന്തി അന്യസ്പൃഹാം ജന. അതായത് ഭഗവാനെ തവ വിക്രീഡിതം കൃഷ്ണ, ഭഗവാനെ കൃഷ്ണ, ഭഗവാന്റെ ലീലകൾ നൃണാം പരമമംഗളം. ഭഗവാന്റെ ലീലകൾ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരമമംഗലമാണ്. അതായത് ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സ്മരണ ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരമമംഗലമായ ഒരു കാര്യമാണ്. പലവിധ ധാർമ്മിക കാര്യങ്ങളുണ്ടാവും. അതായത് പല തീർത്ഥസ്ഥാനത്തിൽ പോയി കുളിക്കുകയാവട്ടെ, ഇല്ലെങ്കിൽ ചില വ്രതങ്ങൾ നമ്മൾ പാലിക്കുക, അതായത് പല ഉപവാസങ്ങൾ ചെയ്യുക, അതേപോലെ പല ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ല ശീലം വയ്ക്കുക, നല്ല ബ്രഹ്മചാര്യം
പാലിക്കുക, അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുക, അങ്ങനെ പല വക ധാർമ്മിക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വളരെയധികം മംഗളമയമാണ്. പക്ഷെ ഭഗവാന്റെ ഭഗവാന്റെ ഹരികഥ കേൾക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, വർണ്ണിക്കുക, ഇത് പരമമംഗളമാണ്. ഭഗവാന്റെ പറ്റി സംസാരിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ ചിന്തിക്കുന്നത് മാത്രം അടക്കം വളരെയധികം പരമമംഗളമാണ്. ഓം പവിത്ര അപവിത്രോ വാ സർവവസ്ഥാം ഗതോപി വാ യത് സ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചി എന്നാണ് പറയാ. അതായത് യത് സ്മരേത് പുണ്ടരീകാക്ഷം, ഭഗവാൻ പുണ്ടരീകാക്ഷൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു 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 സ്മരണ മാത്രം മതി നമുക്ക് ഹൃദയത്തിലത്തെയും പുറമേലത്തെയും എല്ലാം എല്ലാവിധം കൊണ്ട് ശുദ്ധീകരപ്പെടാൻ. അപ്പോ അതുപോലെ ഭഗവാന്റെ ഹരികഥ, ഹരികീർത്തനം, നമ്മുടെ ശ്രവണം, കീർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് ത്യജന്തി അന്യസ്പൃഹാം ജന. അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലൈഫിലെ ഏതൊക്കെ അന്യസ്പൃഹ എന്ന് വെച്ചാൽ ഭൗതിക കാര്യങ്ങൾ, ഭൗതിക ആഗ്രഹങ്ങൾ, അതൊക്കെ ത്യജന്തി, അതൊക്കെ നമ്മളെ വിട്ടു പോകും. ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ സപ്പോസ് കുറച്ച് മലിന വെള്ളമുണ്ട്, അശുദ്ധമായ ജലമുണ്ട്, അല്ലെ ചില ഡേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാത്രത്തിന് ഒരു ടാപ്പ് തുറന്നു വെച്ച് അതിൻ്റെ അടിയിൽ വെച്ചാൽ ആ ടാപ്പിൽ ഒഴുകണ വെള്ളം കാരണം അത് നിറഞ്ഞിട്ട് ഈ വെള്ളം, മലിനമായ വെള്ളം പുറത്തേക്ക് പോകും, അല്ലേ? നമ്മൾ ഒരു മലിനമായ വെള്ളത്തിന്റെ കപ്പ് ടാപ്പിന്റെ അടിയിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ട് വരുന്ന വെള്ളം നിറയുമ്പോൾ ഈ മലിനമായ വെള്ളം പുറത്തേക്ക് പോകും. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പല ജന്മങ്ങളുടെ സംസ്കാരത്താലും പല ഈ ലൈഫിൽ തന്നെ പല വക എന്താ പറയാ അസോസിയേഷൻ കാരണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മലിനങ്ങൾ ഉണ്ടെങ്കിലും അത് ഹരികഥ ഒരു ടാപ്പ് തുറന്നു വിട്ട വെള്ളം പോലെയാണ്. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കൂടെ ഹൃദയത്തിൽ പോകുമ്പോൾ എല്ലാ വക മലിനങ്ങളും എല്ലാ അന്യസ്പൃഹവും നമ്മളെ വിട്ടു പോകും. അതുപോലെയാണ് ഹരികഥ. നമ്മുടെ ഹൃദയം വളരെയധികം ക്ലിയർ ആവും. അതേപോലെ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരാണ് ഈ ഹരികഥ കേൾക്കണതോ, ആരാണ് ഹരികഥ സംസാരിക്കണോ, ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നതോ, അവരിൽ എല്ലാ വക ഗുണങ്ങളും വരും, എല്ലാ വക ദൈവിക ഗുണങ്ങളും വരും, എല്ലാ വക നല്ല ഗുണങ്ങളും വരും എന്നാണ് പറയാ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു അവസരം എനിക്ക് നൽകിയതിന് നിങ്ങൾ എല്ലാവർക്കും സർവപാലകരാം പ്രഭു, സിദ്ധഗൗരാംഗ പ്രഭു, അവരൊക്കെ വളരെയധികം സുപ്പീരിയേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും അനുഭവം കൊണ്ടും ആധ്യാത്മിക ജീവിതത്തിലാലും എന്നെക്കാട്ടിലും വളരെയധികം വലിയവരാണ്, സുപ്പീരിയേഴ്സ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം യാചിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയും ആശീർവാദം യാചിച്ചുകൊണ്ടും ഞാൻ ഇന്ന് കുറച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കാം, എന്തെങ്കിലും ചർച്ച ചെയ്യാൻ നോക്കാം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അനിയത്തെ പോലെ ഒരു മകളെ പോലെ നോക്കണം എന്നെ. ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ഗുരു മഹാരാജിൻ്റെ അടുത്തുനിന്നും എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്തുനിന്നും കേട്ടത് വെച്ചാൽ അതൊക്കെ കുറച്ച് നിങ്ങളായി സംസാരിക്കാം. ഇന്നത്തെ ചർച്ചാ വിഷയം വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഒരു അനുഭവവും ഇല്ല, എനിക്കിതിലൊരു റിയലൈസേഷനും ഇല്ല. പക്ഷെ കേട്ടപടി ഞാൻ ഒരു തത്തമ്മ പോലെ ചൊല്ലാൻ പോവാണ്. കാരണം ഒരു വലിയ ഹൈ ടോപ്പിക്കാണിത്. ഭീഷ്മ പിതാമഹരുടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോണ ചാപ്റ്ററാണിത്. ഈ ഈ ഈ ഈ അധ്യായത്തിൽ ഭീഷ്മ പിതാമഹർ പോലെ ഭീഷ്മരുടെ മഹത്തായ രീതിയിൽ ശരീരം ത്യാഗിക്കണ ഒരു ചർച്ചാ വിഷയമാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ വളരെയധികം ഒരു ഉത്തമമായ ഒരു ചർച്ചാ വിഷയമാണ്. അത് സംസാരിക്കാനുള്ള അർഹതയില്ല, സംസാരിക്കാനുള്ള റിയലൈസേഷൻ ഇല്ല. പക്ഷെ ഞാൻ കേട്ടുകൊണ്ട് സംസാരിക്കാം, ചെറുത് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മളെപ്പോഴും കാണും ഈ ലോകത്ത് എല്ലാവർക്കും എങ്ങനെയാണ് സന്തോഷമായി ഇരിക്കേണ്ടതെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്, അല്ലേ? ആർട്ട് ഓഫ് ലിവിങ്, ഹാപ്പിലി ലിവിങ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ജന്മം കൊണ്ട് മൃത്യു വരയ്ക്കും എങ്ങനെയാണ് സന്തോഷമായിരിക്കുക എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. പക്ഷെ ശാസ്ത്രത്തിൽ വന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാത്രമല്ല, പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഈ ശരീരം വിടേണ്ടത്, എങ്ങനെയാണ് മരിക്കണത്, അതായത് ആർട്ട് ഓഫ് ലിവിങ് എന്ന് മാത്രമല്ല ആർട്ട് ഓഫ് ലീവിങ് എങ്ങനെയാണെന്നും കൂടി നമുക്ക് ഈ ശാസ്ത്രത്തിൽ പറയും. അപ്പോൾ ഭീഷ്മ പിതാമഹർ ഒരു വളരെയധികം വലിയൊരു ഉദാഹരണമാണ്. കാരണം ഭീഷ്മ പിതാമഹർ വന്ന ഒരു നിസ്വാർത്ഥമായ വ്യക്തിയായിരുന്നു. മഹാരാജാവ് ശന്തനുവും ഗംഗാദേവിയുടെയും പുത്രനായി ഒരു മഹാൻ ഭക്തനായി ജനിച്ച ഒരു വ്യക്തിയാണ് ഭീഷ്മ പിതാമഹർ. ജീവിതകാലം മുഴുവനും ഭീഷ്മ പിതാമഹർ ഉത്തമ ക്ഷത്രിയനായി, ഉത്തമ ഭക്തനായി, ഉത്തമ ഒരു മുത്തശ്ശനായി ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ഭീഷ്മ പിതാമഹർ ഇപ്പോൾ ശരശയ്യയിൽ കിടക്കുകയാണ്. ശരശയ്യയിൽ കടന്നുകൊണ്ട് വളരെയധികം പ്രയാസം പെടുന്നുണ്ട്, വളരെയധികം ദുഃഖം സഹിച്ചുകൊണ്ട്, ശാരീരികമായി ദുഃഖം സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ
ഭീഷ്മ പിതാമഹർ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ സമയം ഒടുക്കത്തെ നിമിഷമാണ് ഭീഷ്മ പിതാമഹരുടെ. ഇനി ശരീരം വിടാനുള്ള ഒരു സ്ഥിതിയാണ്. അപ്പൊ ആ സമയത്ത് ഭീഷ്മ പിതാമഹർ നമുക്ക് പറഞ്ഞു തന്നത് വളരെയധികം ഉപകാരമുള്ള കാര്യമായിരിക്കും. ഭഗവാൻ പറയും ഭഗവത്ഗീതയില്, യം യം വാപി സ്മരം ഭാവം ത്യജന്ത്യന്തെ കലേവരം തം തം ഏവൈതി കൗന്തേയ സദാ തത് ഭാവഭാവിത്. അതുപോലെ ഭഗവാൻ പറയും, അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യഹ പ്രയാതി സ മദ്ഭാവം യാതി നാസ്തി അത്ര സംശയ. അതായത് ഭഗവാൻ പറയാണ്, ഒടുക്കത്തെ സമയത്ത്, അതായത് അന്ത്യം കുറച്ച് സമയമുള്ളപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഭഗവാനെ നൽകാം, ഭഗവാൻ നമുക്ക് പ്രാപിക്കും. നമ്മൾ എന്ത് ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ ശരീരം വിടുമ്പോൾ നമ്മൾ എന്താണ് അവസാന സമയത്ത് നമ്മൾ വിചാരിക്കണ വെച്ചാൽ നമുക്ക് അതാണ് കിട്ടുക, അങ്ങനത്തെ ഒരു ശരീരമാണ് കിട്ടുക. പക്ഷെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഭഗവത് ധാമം നമുക്ക് ലാഭിക്കും. അതാണ് ഭഗവാൻ പറയണത്. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല. നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിവസവും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ മരണസമയത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ കേൾക്കും, ഹരികഥയിൽ കേൾക്കും, എല്ലാം നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം, എപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിക്കണം, എല്ലാ വക നമ്മൾ ചെയ്യണതൊക്കെ ഭഗവാൻ സമർപ്പിക്കണം എന്ന് കേൾക്കും. പക്ഷെ പ്രാക്ടിക്കലി അത് ഫോളോ ചെയ്യാൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മരണസമയത്ത് അത് ഫോളോ ചെയ്യാം, മരണസമയത്ത് ഭഗവാനെ കുറിച്ച് സ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഭീഷ്മ പിതാമഹർ വന്ന് നമ്മൾ മഹാഭാരതത്തില് കേൾക്കും, ഭീഷ്മ പിതാമഹർക്ക് ഇച്ഛാമൃത്യുയുടെ ഒരു വരം ഉണ്ടായിരുന്നു. ഭീഷ്മ പിതാമഹരുടെ അച്ഛൻ ഇച്ഛാമൃത്യു എന്ന വരം കൊടുത്തിരുന്നു. അതായത് ഭീഷ്മ പിതാമഹർക്ക് എപ്പോൾ വേണമോ അപ്പോൾ ശരീരം വിടാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു, ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഭീഷ്മ പിതാമഹർ എപ്പോൾ വേണമെങ്കിൽ ശരീരം വിടുമായിരുന്നു. പക്ഷെ ഭീഷ്മ പിതാമഹർ ഉത്തരായണത്തിന് വേണ്ടി സമയം വെയിറ്റ് ചെയ്യായിരുന്നു. ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഉത്തരായണം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന്റെ ഒരു മൂവ്മെന്റ് ആണ്. അതായത് വടക്ക് ഭാഗത്തേക്ക് പ്രസ്ഥാനിക്കുമ്പോൾ ഉത്തരായണം പറയും, കിഴക്കേ ഭാഗത്തേക്ക് പോകുമ്പോൾ ദക്ഷിണായനം എന്ന് പറയും. അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉത്തരായണം പറയും, തെക്കോട്ട് പോകുമ്പോൾ ദക്ഷിണായൻ എന്ന് പറയും. അതായത് നോർത്തിലേക്ക് പോകുമ്പോൾ ഉത്തരായൺ, സൗത്തിലേക്ക് പോകുമ്പോൾ ദക്ഷിണായൻ. അപ്പോൾ ഈ സമയത്ത് ഉത്തരായൺ എന്ന് വെച്ചാൽ ഭഗവാൻ സൺഡേ ആ ഭാഗത്തേക്ക്, ആ മൂവ്മെന്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വളരെയധികം യോഗികൾ അവരൊക്കെ ആ സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. കാരണം അത് വളരെയധികം ഒരു ഓസ്പിഷ്യസ്, മംഗളമായ ഒരു സമയമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കാം ഭീഷ്മദേവർ ഇത്ര വലിയ ഭക്തനായിരുന്നു, ഭഗവാൻ സ്വന്തം ദർശനം ഭഗവാന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഭീഷ്മദേവന് ഇത്ര നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള കാര്യം, എന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന്, എന്തിനാ കാത്തിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഉത്തരായണം എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് സംസ്കൃതത്തില്. ഒന്ന് നമ്മൾ ചർച്ച ചെയ്ത പോലെ ഉത്തരായൺ എന്ന് വെച്ചാൽ സൂര്യൻ ഉത്തര ദിശയ്ക്ക് പ്രസ്താവിക്കുമ്പോൾ ഉത്തരായൺ എന്ന് പറയും. ഇനിയൊരു അർത്ഥം എന്താ വെച്ചാൽ ഉത്തരായന്റെ ഉത്തരാദേവിയുടെ അയനത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാൻ പ്രവേശിച്ചതാണ് അങ്ങോരാണ് കൃഷ്ണ ഭഗവാൻ, അങ്ങോരാണ് ഉത്തരായൻ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അശ്വത്ഥാമ വന്ന് ബ്രഹ്മാസ്ത്രം വിടും, പാണ്ഡവ കുലത്തിന്റെ നാശമാവട്ടെ പറഞ്ഞ്, ഒടുക്കത്തെ വംശം കൂടി നശിക്കട്ടെ പറഞ്ഞ് പരീക്ഷിത് മഹാരാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമ ഒരു ബ്രഹ്മാസ്ത്രം അയക്കും. അപ്പോ ഉത്തരദേവി എന്താ ചെയ്യാറിയില്ല, പേടിച്ചിട്ട് പാവം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും, കരയും, ഭഗവാനോട് പ്രാർത്ഥിക്കും, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യത്വത് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. അതായത് പാഹി പാഹി മഹായോഗിൻ, പാഹി പാഹി ദേവദേവ, പാഹി പാഹി ജഗത്പതേ, കൃഷ്ണ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് വേറെ ഒന്നും നിവൃത്തിയില്ല, എനിക്ക് വേറെ എവിടെയും എനിക്കൊരു രക്ഷ കിട്ടുന്നില്ല, നിങ്ങൾ മാത്രമേ എനിക്ക് രക്ഷിക്കാനുള്ളൂ പറഞ്ഞ് ഉത്തരാദേവി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാദേവിയുടെ ഗർഭത്തില് ഒരു തള്ളവിരലിന്റെ ഒരു സൈസില് ഉത്തരാദേവിയുടെ ഗർഭത്തിൽ കയറി പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കും. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് പേരെന്നെ വന്നത് വിഷ്ണുറാത്ത് എന്ന്. അതായത് തസ്മാൻ നാംന വിഷ്ണുറാത്ത് ഇതി ലോകെ ഭവിഷ്യതി. അതായത് വിഷ്ണുറാത്ത് പറഞ്ഞ ഭഗവാൻ പരീക്ഷിത് മഹാരാജാവിന്റെ പേരാണ്. ഭഗവാൻ സ്വയം രക്ഷിച്ച ഒരു കുട്ടിയാണ് വിഷ്ണുറാത്ത്, പരീക്ഷിത് മഹാരാജ്. അപ്പൊ വിഷ്ണുറാത്തിന് പേര് വന്നു. അപ്പൊ എന്താ ഇത് പറയാൻ കാരണം വെച്ചാൽ ഭീഷ്മദേവർ ഈ ഉത്തരായൺ, അതായത് ഈ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി, ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരാണ് ഉത്തരായൺ. ഉത്തരാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചെന്നാൽ ഉത്തരാദേവിയുടെ കൃഷ്ണന്റെ പേരാണ് ഉത്തരായൺ. അപ്പൊ ഈ ഉത്തരായണിന് വേണ്ടിയിട്ടാണ് ശരിക്കും വാസ്തവത്തില് ഭീഷ്മ പിതാമഹർ കാത്തിരിക്കുകയായിരുന്നു.
ഭഗവാൻ കൃഷ്ണനെ സാക്ഷാത് ദർശനം എടുക്കാൻ. അത് കഴിഞ്ഞ് വേണം ശരീരം വിടാൻ. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോ ഭീഷ്മ പിതാമഹ ചൊല്ലി, ത്രിഭുവന ഗമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ വപുരലകുലാവൃതാനനാംജം വിജയ സഖേരതിരസ്തു മേ നവാദ്യ. ഭീഷ്മപിതാമഹ സാക്ഷാത് കൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് ചെല്ലുകയാണ്. ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഭഗവാൻ സർവ്വ ആകർഷണമാണ്. ഈ ലോകത്തെ എല്ലാവരും ഭഗവാനെ കാണാൻ വരും. കാരണം അത്രയും അത്രയും ഭംഗിയുള്ള രൂപമാണ് ഭഗവാന്റെ പീതാംബരം കാണാൻ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ കിരണങ്ങളെ പോലെ പ്രജ്വലിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടുകൊണ്ട് സാക്ഷാത് നാരായണ ഭട്ടതിരിപ്പാട് കണ്ട് നാരായണീയം എഴുതിയ പോലെ ഭീഷ്മ പിതാമഹർ സാക്ഷാത് ഭഗവാനെ കണ്ട് ഭീഷ്മസ്തുതി ചെല്ലുകയാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഇനി പോകുന്തോറും അത് വായിക്കും. അപ്പോൾ അതേപോലെ ഈ ഭീഷ്മ പിതാമഹർ ഭഗവാനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനമായ നമ്മുടെ കേരളത്തിലൊക്കെ വിഷ്ണു സഹസ്രനാമം ചെല്ലും. അതേപോലെ പല സൗത്തിൽ ഇന്ത്യയിലെ പല അമ്പലത്തിലും രാവിലെ ആകുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചെല്ലും. ഈ വിഷ്ണു സഹസ്രനാമം ഭഗവാനെ സാക്ഷാത് കണ്ടുകൊണ്ട് ചൊല്ലിയതാണ് ഭീഷ്മ പിതാമഹ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കടന്നുകൊണ്ട് ചോര ഉറ്റുകയാണ്, ഇത്ര വേദന സഹിച്ചുകൊണ്ട്. പക്ഷെ സാക്ഷാത് ഭഗവാന്റെ ഭക്തന്മാരെയും കണ്ടുകൊണ്ട് ഭീഷ്മ പിതാമഹ ഒടുവിലത്തെ നിമിഷമാണ് ജീവിതത്തിന്റെ. ആ സമയത്ത് എഴുതിയ ഒരു ഭംഗിയായ ഒരു രചനയാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ നമ്മൾ വായിക്കും, ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷസ്തതതോതിതഃ ത്വമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമശ്യാം ച യജമാനസ്ത്വമേവ ച. അങ്ങനെ പല ശ്ലോകങ്ങളായി വിഷ്ണു സഹസ്രനാമം ചെറുപ്പം മുതലേ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു സോഴ്സ് ആണ് ഇവിടെ വരുന്നത് ഭീഷ്മ പിതാമഹ. അപ്പൊ നമുക്കറിയാം, ഇനി ചെല്ലുമ്പോൾ നമുക്ക് ആലോചിക്കാം, അയ്യോ എത്രയോ ഒരു പ്രധാനമുള്ള ഒരു രചനയാണ് വിഷ്ണു സഹസ്രനാമം. അപ്പൊ അത് അതുപോലെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭീഷ്മ പിതാമഹ ആലോചിക്കുകയാണ്, ഈ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്, അതായത് ചന്ദ്ര, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഈ വലിയ ആകാശം, ഭൂമി, സാഗരം, അതുപോലെ അസുരന്മാർ, ദേവന്മാർ, ഇതെല്ലാവരും ഭഗവാൻ വാസുദേവന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാവരും ഭഗവാൻ വാസുദേവന്റെ ശരണത്തിലാണ്. അങ്ങനെ ആയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ, ഈ ഒരു ബോധത്തിലാണ് ഭീഷ്മ പിതാമഹ ഇച്ഛാമൃത്യുവും വെച്ചിട്ട് ഈ ഒരു സമയത്താണ് ഭീഷ്മ പിതാമഹ കടക്കണത്. ഭീഷ്മ പിതാമഹ നോക്കിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇച്ഛാമൃത്യു ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ ശരീരം വിടുമായിരുന്നു. പക്ഷെ ഭീഷ്മ പിതാമഹറിന് താല്പര്യം എന്തായിരുന്നു? ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് ശരീരം വിടണം, ഇതായിരുന്നു താല്പര്യം. അതിനു വേണ്ടി എന്ത് വേദന സഹിക്കാൻ കൂടി ഭീഷ്മ പിതാമഹ തയ്യാറായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മഹാനായ മഹത്വമുള്ള ഒരു ഉത്തമ ഭക്തനാണ് ഭീഷ്മ പിതാമഹ. പക്ഷെ ഈ ഭീഷ്മ പിതാമഹനെ പറ്റി നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കും, എന്താണ് ഭീഷ്മ പിതാമഹ എന്തുകൊണ്ടാണ് എതിർവശത്തിലായത്? എന്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇത്രയും വലിയ ഭക്തനായിട്ട് എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ഒപ്പമില്ലാണ്ട് ഭീഷ്മ പിതാമഹ എതിർവശത്ത് ഉണ്ടായിരുന്നതെന്ന്? അപ്പോൾ നമ്മൾക്കിതിൽ മനസ്സിലാക്കാം, എല്ലാ കാര്യത്തിലും നമ്മുടെ ആഗ്രഹത്തിനെക്കാട്ടിലും ഭഗവാൻ എന്താണ് ഇഷ്ടം, നമ്മൾ അതാണ് നോക്കേണ്ടത്. എനിക്ക് ഇത് ഇഷ്ടമാണ് ചെയ്യാന്ന് പറയണത് എളുപ്പമാണ്. പക്ഷെ ഭഗവാൻ ഇതാണ് ചെയ്താൽ ഇഷ്ടമാവുക എന്ന് ചെയ്യണതാണ് ഏറ്റവും അധികം ഒരു ഭക്തന്റെ ഒരു ഗുണം. വരാൻ പോണ എല്ലാ കാലത്തിലും വരാൻ പോണ എല്ലാവരുടെ മനസ്സിലും ഭീഷ്മപിതാവിനെ പറ്റി തെറ്റിദ്ധാരണകളും ഭീഷ്മ പിതാമഹനെ പറ്റി വിമർശിക്കപ്പെടുകയും ചെയ്യും. വിചാരിക്കും, ദുര്യോധനൻ പരിപാലിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹ ദുര്യോധനന്റെ അടുത്ത് ഉണ്ടായത്, എന്തായിരുന്നു അതിന് ആവശ്യം എന്നൊക്കെ വിചാരിക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. പക്ഷെ ഭീഷ്മ പിതാമഹ വിചാരിച്ചു, ഇല്ല, ഭഗവാൻ എന്താണ് ഇഷ്ടം ചെയ്യാൻ അതേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഗൗഡീയ സമ്പ്രദായത്തിലത്തെ ഒരു വലിയൊരു ഭക്തൻ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എന്ന് പറഞ്ഞ് അവര് ശ്രീമദ് ഭാഗവതത്തിന്റെ അവരുടെ വ്യാഖ്യാനത്തിൽ എഴുതും, ഭഗവാന് ഒരു ഭക്തൻ താമരപ്പൂ നൽകുന്ന പോലെയാണ്, നൽകുന്ന തുല്യാർന്നു ഭീഷ്മ പിതാമഹ എതിർവശത്ത് ഉണ്ടായിട്ട് ഭഗവാന്റെ മുകളില് അമ്പ് എറിയണത് ഒരേപോലെയായിരുന്നു എന്നാണ്. For him, the lotus petals offered at his lotus feet were as was
for him the arrows coming from Bhishma Dev were like the lotus offered at his lotus feet. അങ്ങനെയാണ് പറയാ. അതായത് ഭീഷ്മ പിതാമഹയുടെ അമ്പും ഒരു ഭക്തൻ സമർപ്പിക്കുന്ന ഒരു താമരപ്പൂവും ഒരേപോലെയായിരുന്നു ഭഗവാന് വേണ്ടി. അതിന് എന്താണ് അർത്ഥം വെച്ചാൽ നമ്മുടെ പ്രവർത്തനത്തിനേക്കാളും നമ്മുടെ ഉദ്ദേശമാണ് ഭഗവാൻ അധികം താല്പര്യം. നമ്മുടെ ഉദ്ദേശമാണ് ഭഗവാൻ അധികം നോക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമ്മളൊരു ഉദാഹരണം നോക്കാം. നമ്മൾ വരാഹ ഭഗവാന്റെ കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ വരാഹ ഭഗവാൻ വരുമ്പോ ഹിരണ്യാക്ഷൻ വന്ന് വരാഹ ഭഗവാന്റെ നെഞ്ഞില് ഒരു ഗദയെടുത്ത് ഒക്കെ ഒരു വീശും അടിക്കും. അപ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ വരാഹ ഭഗവാന് ഭയങ്കര സന്തോഷമായി ഭഗവാൻ ചിരിക്കും, ആഹ്ലാദിക്കും. എനിക്ക് ഭഗവാന് ഭയങ്കര ഇഷ്ടമാവും. വരാഹ ഭഗവാന് ഈ അടി വാങ്ങും ഭയങ്കര ഇഷ്ടമാവും. കാരണം വരാഹ ഭഗവാൻ വന്നത് എന്തിനാ വെച്ചാൽ വീര്യരസം അത് രസിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഷിവൽറി പറയില്ലേ, അത് രസിക്കാൻ വേണ്ടിയിട്ടാണ് വരാഹ ഭഗവാൻ വന്നത്. അപ്പൊ അതിന് ഹിരണ്യാക്ഷൻ അത്ര തന്നെ പവർഫുൾ ആയിരുന്നു, അത്ര ശക്തിശാലിയായിരുന്നു. അങ്ങനെ ആ ഹിരണ്യാക്ഷൻ അടിക്കുമ്പോൾ വരാഹ ഭഗവാൻ വളരെ സന്തോഷമാവും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഹിരണ്യാക്ഷൻ ഭഗവാനെ പ്രീതിപ്പെടുത്തി, ഹിരണ്യാക്ഷന്റെ പ്രവർത്തനം കൊണ്ട് ഭഗവാന് സന്തോഷമായി. പക്ഷെ അതല്ല കാരണം. ഹിരണ്യാക്ഷൻ ഒരു ഭക്തനല്ലായിരുന്നു. ഹിരണ്യാക്ഷൻ ഭഗവാൻ അസൂയ കാരണം അടിക്കാൻ പോയതാണ്. പക്ഷെ ഇത് ഭഗവാൻ വരാഹദേവന്റെ ഒരു കരുണയാണ്. അതും സന്തോഷമായി അതും ഏറ്റെടുത്തത്. അത് നമുക്കൊരു ഒരു ഉദാഹരണമാണ്. ഈ വശത്ത് നമുക്ക് ഉദാഹരണം നോക്കാം. ദാമോദർ കഥ ഉണ്ടല്ലോ, യശോദാദേവി ഭഗവാൻ ഉരളിൽ കെട്ടുന്ന കഥ. അപ്പൊ അതിലെന്താ ആവണെച്ചാ, യശോദാദേവിയുടെ മടിയിലാണ് ഭഗവാൻ ഉണ്ണികൃഷ്ണൻ കിടക്കണത്. അപ്പോൾ കിടന്ന് പാല് കുടിക്കുന്ന സമയത്ത് യശോദാദേവി നോക്കും, അടുപ്പിൽ പാല് തിളച്ച് പോണുണ്ട്. അപ്പൊ അയ്യോ, അത് എനിക്ക് നിർത്തണം, അത് ആ പാലിൽ വെച്ചിട്ട് വേണം എനിക്ക് ആ പാൽ ഉപയോഗിച്ചിട്ട് വേണം എനിക്ക് ഉണ്ണിക്കണ്ണന് വേണ്ടി സ്വീറ്റ്സ് ഉണ്ടാക്കണോ വല്ല പലഹാരം ഉണ്ടാക്കണം. അപ്പൊ അത് നല്ല മധുരമായ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് യശോദാദേവി മടിയിലിരിക്കുന്ന കുഞ്ഞിക്കണ്ണനെ നിലത്ത് വെച്ചിട്ട് ഓടും പാല് അടുപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കാണും ഭഗവാന് ഭയങ്കര ദേഷ്യം വരും. അമ്മ എന്നെ മടിയിൽ നിന്ന് ഇറക്കിയിട്ട് പാല് നോക്കാൻ പോയി. അമ്മയ്ക്ക് എന്നെക്കാട്ടിലും പാലാണ് അധികം പ്രധാനം, എന്നെക്കാട്ടിലും പാലിനോടാണ് അധികം സ്നേഹം എന്ന് പറഞ്ഞ് ഭഗവാൻ ആകെ ദേഷ്യം വരും. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണാം, യശോദാദേവി ഭഗവാനെ നിരാശപ്പെടുത്തി. അപ്പൊ നമുക്ക് പുറമേ നോക്കുമ്പോൾ തോന്നും യശോദാദേവി ഭഗവാനെ നിരാശപ്പെടുത്തി, ഭഗവാന് സന്തോഷമായില്ല, പ്രീതിയായില്ല എന്ന്. അപ്പൊ രണ്ട് സിനാരിയോ, ഒന്ന് വരാഹദേവും ഹിരണ്യാക്ഷനും, ഒരു സ്ഥലത്ത് യശോദാദേവിയും ഉണ്ണിക്കണ്ണനും. അപ്പോ വരാഹദേവ് സന്തോഷപ്പെട്ടു പുറമേന്ന് കാണുമ്പോ. പക്ഷെ ഹിരണ്യാക്ഷന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വശത്തോ യശോദാദേവിയുടെ കാരണം ഭഗവാൻ ആകെ നിരാശയായി, ഭഗവാൻ ദേഷ്യം വന്നു. നമുക്ക് തോന്നും അയ്യോ, യശോദാദേവി ഭഗവാനെ പ്രീതിപ്പെടുത്തിയില്ല. പക്ഷെ അതല്ല, ഭഗവാൻ നല്ലോണം സ്നേഹമുണ്ട്, നല്ല പ്രീതിപ്പെട്ടു. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ അമ്മ നീട്ടുപോയി പാല് കിടത്തിയത്, കാരണം എനിക്ക് വേണ്ടിയാണല്ലോ അമ്മ എനിക്ക് വേണ്ടിയാണല്ലോ മധുരം ഉണ്ടാക്കാൻ പോണത്. സോ എക്സ്റ്റേണലി തോന്നും ഭഗവാൻ ദേഷ്യപ്പെട്ടു എന്ന്. പക്ഷെ യശോദാദേവിയുടെ ഉദ്ദേശം അതല്ലായിരുന്നു. അപ്പൊ പ്രവർത്തനത്തിനെക്കാട്ടിലും ഉദ്ദേശമാണ് അധികം പ്രധാനം. അതേപോലെ ഭീഷ്മ പിതാമഹരുടെയും അതാണ് കഥ. അതായത് ഭീഷ്മ പിതാമഹർക്കും ഉദ്ദേശമായിരുന്നു ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്ന്, ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്ന്. അതിനുവേണ്ടി ഭീഷ്മ പിതാമഹർ എന്ത് ആൾക്കാർ എന്ത് വേണമെച്ചാൽ പറഞ്ഞോട്ടെ, ഞാൻ കുഴപ്പമില്ല, പക്ഷെ ഭഗവാന് പ്രീതിപ്പെടുകയാണെങ്കിൽ ഞാൻ എതിർവശത്താവാനും തയ്യാറാണ്. കാരണം ഭീഷ്മ പിതാമഹ വന്ന് 12 മഹാജനിൽ ഒരാളാണ്. സ്വയംഭൂ നാരദോ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനക ഭീഷ്മ ബലിർവയ്യ സഖി വയം. അതായത് 12 മഹാജനിൽ ഒരാളാണ് ഭീഷ്മ പിതാമഹ. അപ്പൊ എങ്ങനെയാണ് ഭീഷ്മർ തെറ്റാവുക? എങ്ങനെയാണ് ഭീഷ്മർ ഒരു നല്ല ഭക്തനാവാണ്ടിരിക്കുക? ഭീഷ്മ പിതാമഹ ഭീഷ്മദേവർ വന്ന ഒരു ശുദ്ധ ഭക്തനാണ്, ഒരു മഹാൻ ഭക്തനാണ്. അപ്പോ അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയി, എതിർവശത്ത് പോയി തെറ്റിദ്ധാരണപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഇവിടെ പറയണത്, ഭീഷ്മ പിതാമഹർ എതിർവശത്തായിട്ട് ആ ആരോസ് വിടുമ്പോഴും കൂടി ഭഗവാന് ഒരു ഭക്തൻ എനിക്ക് ഒരു താമരപ്പൂ നൽകുന്ന ഒരു സന്തോഷമാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരു തെറ്റിദ്ധാരണയും വെക്കരുത് ഭീഷ്മദേവരുടെ മുകളിൽ. ഭീഷ്മദേവർ മഹാൻ ഭക്തനാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ മാത്രമാണ് ദുര്യോധനന്റെ പക്ഷത്തിൽ പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോ ചർച്ച ചെയ്തത്. ഭഗവാന്റെ എതിർപക്ഷത്തിൽ ഉണ്ടായ ഭഗവാന്റെ രൂപം കാണാം, ഭഗവാന്റെ ഭംഗിയായിട്ടുള്ള കണ്ണുകളും ഭഗവാന്റെ മുഖകമലം, ഭഗവാന്റെ മയിൽപീലി, ഭഗവാന്റെ ചിരി, ഭഗവാന്റെ പീതാംബരം, ഇത് രൂപമാധുരി കാണാൻ വേണ്ടിയിട്ട്, രസിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മ പിതാമഹ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായത്.
എളുപ്പമല്ല. ഒരു നല്ല വ്യക്തിക്ക് ഒരു ചീത്ത കൂട്ടുകെട്ടിൽ ഇരിക്കാൻ എളുപ്പമല്ല അല്ലെ? അപ്പൊ ഭീഷ്മ പിതാമഹ ഇത്രയും നല്ലൊരു ഭക്തനായിട്ട് എങ്ങനെയായിണ്ടാവും കൗരവാസിനൊപ്പം ഉണ്ടാവാൻ? ദുര്യോധൻ, ദുശാസൻ ഇവരൊക്കെ വളരെയധികം തെറ്റ് കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഭീഷ്മ പിതാമഹൻ അത്രയധികം ഭഗവാന്റെ മുകളിൽ സ്നേഹമാണ്. ഭഗവാനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കണ്ണുകൊണ്ട് നിറഞ്ഞു കാണാൻ വേണ്ടി ഒരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഭീഷ്മ പിതാമഹന്. അതേപോലെ ഭീഷ്മ പിതാമഹ ജീവിതകാലം മുഴുവനും സത്യസന്ധതയോടെ ജീവിച്ചു. അങ്ങേയറ്റത്തെ സത്യസന്ധതയാണ് ഭീഷ്മ പിതാമഹന്. അന്നത്തെ കാലത്ത് നോക്കാൻ പോയിച്ചാൽ രാജാക്കന്മാർക്കൊക്കെ പല ഭാര്യമാരും റാണികളും ഉണ്ടാവും. പക്ഷെ ഭീഷ്മ പിതാമഹ രാജാവുമായില്ല, കല്യാണവും കഴിച്ചില്ല. ഫുൾ ലൈഫ് ബ്രഹ്മചാരിയായിരുന്നു. അത് വലിയ കഥയാണ്. മഹാഭാരതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ മുന്നിൽ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. പക്ഷെ ഭീഷ്മ പിതാമഹ ഒരു അച്ഛന് വാക്കു കൊടുത്തു, ഞാൻ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയാവും, ഞാൻ കല്യാണം കഴിക്കില്ല. ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ബ്രഹ്മചര്യ വ്രതം എടുത്തതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹന് പേരടക്കം വന്നത്, ഭീഷ്മവ്രതം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾ ഇന്നിപ്പോ ശരീരം വിടുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭീഷ്മ പിതാമഹനെ ഒരു നിമിത്തമായി ഉപയോഗിക്കുന്നു. ഭീഷ്മ പിതാമഹനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു നിമിത്തമായി ഉപയോഗിക്കുന്നു സ്വന്തം ലീലയില്. ഭഗവാൻ എങ്ങനെയാച്ചാ സത്യസന്ധനമായി സിൻസിയറായി ഇരിക്കുന്ന ഭക്തന്മാരെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ അങ്ങനെ ഒരു ഭക്തനെ വളരെയധികം വിശ്വസിക്കാൻ മാത്രമല്ല അനുഗ്രഹിച്ച് സ്വന്തം പ്ലാനില് സ്വന്തം ലീലയില് ഒരു നിമിത്തമായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഭീഷ്മ പിതാമഹനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിച്ചു. നമ്മൾ നോക്കും ഭഗവത്ഗീത വായിക്കുമ്പോൾ യുദ്ധത്തിന് മുമ്പേ ആയിട്ട് അർജുനൻ ഭയങ്കര കുഴപ്പത്തിലായിരിക്കും. അർജുനന് അറിയില്ല എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ യുദ്ധം എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യണം, എന്തുകൊണ്ട് ഞാൻ എല്ലാരെയും കൊല്ലണം, ഇവരൊക്കെ എൻ്റെ അച്ഛന് തുല്യം, എൻ്റെ ഗുരു തുല്യം, അങ്ങനെ എല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഞാൻ യുദ്ധം ചെയ്താൽ പിന്നെ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഭഗവാൻ ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഫൈറ്റ്, ഞാൻ പോവാണ്, ഞാൻ സന്യസിക്കാൻ പോവാണ്, ഞാൻ ഇവിടുന്ന് വിട്ട് ഓടി പോവാണെന്നൊക്കെ പറയും അർജുൻ. അപ്പൊ ആ കുഴപ്പത്തിലായിരിക്കും. അപ്പോഴാണ് ഭഗവാൻ അർജുനനോട് സംസാരിച്ച് അർജുനന് ഭഗവത്ഗീത മുഴുവൻ ചൊല്ലിക്കൊടുത്ത് സമാധാനപ്പെടുത്തി അർജുനന്റെ മനസ്സ് മാറ്റി റെഡിയാക്കുന്നത്. ഇപ്പോ യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജാവിന് അതേ കുഴപ്പമാണ്. അർജുന വിഷാദ യോഗം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഭഗവത്ഗീതയിൽ വായിക്കുമ്പോൾ അർജുനൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കും അർജുനൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്, എന്തൊക്കെയാ കുഴപ്പത്തിലുള്ളതെന്ന്. അത് അർജുനൻ യുദ്ധത്തിന് മുമ്പ് എന്തൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നോ, എന്തൊക്കെ തോട്ട്സ് ആയിരുന്നോ, അത് യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സിൽ ആ കുഴപ്പമൊക്കെ, അയ്യോ എന്റെ കാരണമാണല്ലോ എത്ര പേര് മരിച്ചു പോയത്, എനിക്ക് രാജാവാവണം എന്നൊരു ആഗ്രഹം വെച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ എത്രയും പേര് മരിച്ചത്, ഞാൻ കാരണം എത്ര പേർക്ക് ദുഃഖമായി എന്നൊരു ഒരു ഡിപ്രസിങ് ഒരു മൂഡിലായിരുന്നു. അപ്പോ അതേ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ സഹായിച്ച പോലെ യുധിഷ്ഠിര മഹാരാജാവിനെയും സഹായിക്കായിരുന്നു. ഭഗവാൻ സംസാരിച്ചു, ഭഗവാനൊക്കെ പറഞ്ഞു കൊടുത്തു, ഇല്ല എന്റെ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സിന് സമാധാനമായില്ല. അപ്പോൾ എന്താണ് കാരണം വെച്ചാ ഈ ഭഗവാൻ പരമാത്മാ രൂപത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് റെഡി ആവണില്ല, സമാധാനപ്പെടാൻ റെഡി ആവണില്ല. കാരണം ഭഗവാന് വേണം യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മദേവരുടെ മുന്നിൽ പോയി ഭീഷ്മദേവരുടെ അടുത്ത് നിന്ന് ധർമ്മത്തെക്കുറിച്ച് ഉപദേശം കേട്ട് പിന്നെ യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സ് സമാധാനിക്കണം എന്ന്. അപ്പൊ ആ ക്രെഡിറ്റും കൂടി എനിക്ക് എൻ്റെ ഭക്തനായ ഭീഷ്മരന് കൊടുക്കണം എന്നായിരുന്നു ഭഗവാന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പൊ ഭീഷ്മദേവനെ ഭഗവാൻ നിമിത്തമാക്കി ഭീഷ്മദേവരെ കൊണ്ട് സംസാരിപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞ് മാത്രമേ യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സിന് ശാന്തി പ്രാപ്തിച്ചുള്ളൂ. യുധിഷ്ഠിര മഹാരാജാവിന് ഹൃദയം നിറഞ്ഞ സമാധാനമായുള്ളൂ. അപ്പൊ ഭഗവാൻ ശരിക്കും ആലോചിച്ചാൽ ഭഗവാൻ പറയും, ഏഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ. അതായത് ഞാനാണ് കാരണം കൊണ്ട് എല്ലാവരുടെ അവിദ്യ മാറ്റാൻ പറ്റും, എനിക്ക് വിദ്യയുടെ വിളക്ക് കൊളുത്താൻ പറ്റും എല്ലാവരുടെ ഹൃദയത്തില്. അപ്പൊ എന്തുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ ഹൃദയത്തില് ഞാൻ പറയാൻ പറ്റില്ല അത് കുഴപ്പമില്ല ശരിയാണ്, എന്തുകൊണ്ട് ആ ജ്ഞാനദീപം ഞാൻ ഉദയിക്കാൻ പറ്റില്ല? കാരണം എനിക്ക് വേണം ഭീഷ്മദേവരെ കൊണ്ട് ഇത് ചെല്ലണം, ഇതൊക്കെ സംസാരിക്കണം. ഭീഷ്മദേവർ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ ഭീഷ്മദേവർക്ക് എല്ലാവരും അനുഗ്രഹിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവരും ഭീഷ്മദേവരെ കുറിച്ച് നല്ലോണം സംസാരിക്കും എന്ന് വേണ്ടി. അതുകൊണ്ട് ഭഗവാൻ അത് ആലോചിച്ചിട്ട് മാത്രമാണ് ഭീഷ്മദേവരെ കൊണ്ട് ഇതൊക്കെ ചൊല്ലിച്ചത്. അപ്പോ
ഇപ്പൊ ഭീഷ്മദേവർ ശരീരം വിടണെ പറ്റി ആലോചിക്കുമ്പോൾ വേറൊരു ഉദാഹരണം മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു ഉദാഹരണമാണ് മനസ്സിൽ വരുന്നത്. ഹരിദാസ് ഠാക്കൂർ എത്ര ഒരു മഹാൻ ഭക്തനായിരുന്നു, വളരെ ഒരു വരിഷ്ഠ ഭക്തനായിരുന്നു. ഹരിദാസ് ഠാക്കൂർ വന്ന് 3 ലക്ഷം നാമജപം ദിവസവും ചെയ്യായിരുന്നു. അതായത് നമ്മളിപ്പോ ജപിക്കുമ്പോൾ 108 മണി വെച്ച ഒരു മാലയാവും, അങ്ങനെ നമ്മൾ 16 മാല ജപിക്കും. ഹരിദാസ് ഠാക്കൂർ അങ്ങനെ 192 മാല ജപിക്കും. അപ്പൊ 3 ലക്ഷം നാമം, 3 ലക്ഷം നാമം, അതും ഓരോ ദിവസം, എവ്രി ഡേ. ഇന്ന് 3 ലക്ഷം, നാളെ 3 ലക്ഷം, അങ്ങനെ പ്രതിദിനം 3 ലക്ഷം നാമം ജപിക്കണ ഒരു ഭക്തനായിരുന്നു. അത് ജപിക്കാൻ മാത്രമല്ല, പക്ഷെ ഭീഷ്മദേവരെ പോലെയായിരുന്നു ജീവിതം. അതായത് പല വക പ്രയാസങ്ങളും പല വിധത്തില് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചും പല വിധത്തില് ആൾക്കാരെ ഒപ്പോസ് ചെയ്തിട്ടും ജീവിക്കുകയായിരുന്നു. കാരണം ഹരിദാസ് ഠാക്കൂർ വന്ന് ജന്മം കൊണ്ട് ഒരു ഇസ്ലാമിക് ആയിട്ട് കുടുംബത്തിലാണ് ജന്മം ഉണ്ടായത്. അപ്പോ ഹിന്ദുക്കളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, ഇഷ്ടമല്ല, എന്താണ് നീ വേറെ കുലത്തിൽ ജനിച്ചു പറഞ്ഞിട്ട്. പക്ഷെ ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ നാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച കാരണം മുസ്ലിം ആൾക്കാർ പറഞ്ഞു, നീ മുസ്ലിം ജന്മം എടുത്തിട്ട് ഹിന്ദുക്കളുടെ ഭഗവാന്റെ നാമം എടുക്കുക പറഞ്ഞ് അങ്ങനെ അവരും നിഷേധിച്ചു. അപ്പോ ആരുമില്ല, ഹിന്ദുക്കളും നിഷേധിച്ചു, മുസ്ലിംകാരും വേണ്ട വെച്ചു. അപ്പൊ അങ്ങനെ അതുപോലെ ഭഗവാന്റെ നാമം ജപിക്കുന്നു പറഞ്ഞിട്ട് ഹരിദാസ് ഠാക്കൂറിനെ 22 മാർക്കറ്റ് സ്ഥലത്ത് വെച്ച് അടിച്ചു. എന്നാലും ഹരിദാസ് ഠാക്കൂർ ഇത്ര ദുഃഖമുണ്ടായിട്ടും ഇത്ര ഒരു ബുദ്ധിമുട്ടോടെ സഹിച്ചിട്ടും ഭഗവാന്റെ ഭക്തി വിട്ടില്ല, ഭഗവാനെ കുറിച്ച് ചിന്തിക്കണ വിട്ടില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ച് ജപിച്ചുകൊണ്ടും ഭഗവാന്റെ പേരും, ഹരിദാസ് ഠാക്കൂറുടെ ശീലത്തെ കുറിച്ച് പേര് കേടുവരുത്താൻ വേണ്ടി കുറെ പേര് ചില യന്ത്രങ്ങളോ യോജിച്ചു. പക്ഷെ അതൊന്നും ഹരിദാസ് ഠാക്കൂറിനെ ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് മാറ്റാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഹരിദാസ് ഠാക്കൂർ ഒരു ദിവസം വയ്യാണ്ട്, ഓൾമോസ്റ്റ് വയ്യാണ്ട് കിടക്കുമ്പോ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു, കൃഷ്ണന്റെ സ്വരൂപമാണല്ലോ കലിയുഗത്തില്, അങ്ങനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കാണാൻ വരും ഹരിദാസ് ഠാക്കൂറിനെ. അപ്പൊ കാണാൻ വരുമ്പോ ഹരിദാസ് ഠാക്കൂറിനോട് ചോദിക്കും, എന്താ പറ്റി? ഞാൻ ഭഗവത് മഹാപ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്, ജഗന്നാഥ്പുരിയിൽ ജഗന്നാഥിന്റെ മഹാപ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് കഴിക്കാൻ കൊടുക്കും. അപ്പോ ഹരിദാസ് ഠാക്കൂർ വളരെ ദുഃഖത്തോട് പറയും, ഞാനൊരു രോഗിയാണ്, ഞാൻ ഞാൻ വളരെ ഒരു നീച്ചനാണ്, ഞാൻ എങ്ങനെയാ പ്രസാദം കഴിക്കുക? ഞാൻ എന്റെ ഇന്നത്തെ എന്റെ ജപം ആയിട്ടില്ല, 3 ലക്ഷം ജപം ഞാൻ ഇന്ന് എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ ഞാൻ എങ്ങനെയാണ് കഴിക്കുക? പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നു, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു കഷ്ണം മാത്രം എടുത്തു കഴിച്ചു, നമസ്കരിച്ചു. പിന്നെ പറഞ്ഞു, എന്റെ ശരീരം കുഴപ്പമില്ല, ശരീരം ശരിയായിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിനാണ് രോഗം, എനിക്ക് എന്റെ നാമജപം എന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയാണ്. അപ്പോ ചൈതന്യ മഹാപ്രഭു പറയും ഹരിദാസ് ഠാക്കൂറിനോട്, എത്ര വർഷമായിട്ട് നിങ്ങൾ ജപിക്കുകയാണ്, എത്ര വർഷം കൊണ്ട് 3 ലക്ഷം നാമം ജപിക്കണ്ടോ? നിങ്ങൾ കാരണം എത്ര ആൾക്കാരുടെ, എത്ര ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവർത്തനമായി, എത്ര ഭക്തന്മാർക്ക് പ്രോത്സാഹനം കിട്ടി നിങ്ങൾ കാരണം. നിങ്ങൾ എത്ര ജപിച്ചുകൊണ്ട് നിങ്ങൾ ലോകം മുഴുവൻ പ്രചാരണം ചെയ്തു. അപ്പോ ഇനി മതി, ഇനി കുഴപ്പമില്ല, ഇപ്പൊ വയസ്സായി, ഇനി നിങ്ങൾ കുറച്ച് മാല കുറച്ചോളൂ എന്ന് പറയും ചൈതന്യ മഹാപ്രഭു, കുറച്ച് റൗണ്ട്സ് കുറച്ചോളാൻ പറയും. അപ്പോ ഹരിദാസ് ഠാക്കൂർ പറയും, ഭഗവാനെ ഈ ഒരു ആദേശം മാത്രം എനിക്ക് തരില്ലേ, കാരണം ഇതെനിക്കൊരു അനുഗ്രഹമല്ല, എനിക്കൊരു ശാപമാണ്, എനിക്ക് ജപിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും ഹരിദാസ് ഠാക്കൂർ. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളോടൊക്കെ എങ്ങനെ ഭഗവാൻ സ്വയമായിട്ട് വന്ന് പറയാണ്, ശരി മതി, കുറെ ജപിച്ചു കഴിഞ്ഞു, ഇനി ജപിക്കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ, അയ്യോ ഭഗവാൻ സ്വന്തം പറഞ്ഞതല്ലേ, നമുക്ക് ഇനി കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഹരിദാസ് ഠാക്കൂർ അങ്ങനെ ചിന്തിച്ചില്ല. ചൈതന്യ മഹാപ്രഭു സ്വയം പറഞ്ഞു, മതി ഇനി ജപിച്ചത്, നിങ്ങളൊരു മുക്ത ആത്മാവാണ്, നിങ്ങൾക്ക് ഇനി ജപിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാലും കൂടി ഭഗവാനെക്കാട്ടിലും ഭഗവാന്റെ നാമത്തിനാണ് പ്രധാനം കൊടുത്തത്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കണം, ഭഗവാൻ നാമത്തെ മഹിമ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഹരിദാസ് ഠാക്കൂർ പറയാണ്, എന്നെ കൊണ്ട് ജപിക്കാൻ പാടില്ല എന്ന് മാത്രം പറയരുത്, പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ട്, ചൈതന്യ മഹാപ്രഭുവോട് പറയാണ്, ആ ഒരു ആഗ്രഹം മാത്രം നൽകണം. എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ഭഗവാനെ, ഇനി വരാൻ പോണ കുറച്ചു കാലത്തില് ഭഗവാന്റെ എല്ലാ ലീലകളും സമാപ്തിച്ച് ഭഗവാൻ തിരിച്ചു പോകും, ആ ദിവസം എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ ഈ ഭൂമിയിലുള്ള സമയത്ത് ഭഗവാൻ നിങ്ങൾ പോണത് എനിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുള്ള സമയത്ത് ഞാനും ഈ ശരീരം വിട്ടു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ എൻ്റെ മനസ്സിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ തൃപ്പാദങ്ങളും എൻ്റെ ശരീരം, എൻ്റെ തലയിൽ ഭഗവാന്റെ പാദത്തിന്റെ രജവും
അതേപോലെ എന്നെ കണ്ടുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മാത്രം കണ്ടുകൊണ്ടും എൻ്റെ നാവിന്മേൽ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ ഇങ്ങനെ ജപിച്ചുകൊണ്ടാണ് എനിക്ക് ശരീരം വിടണം. ഇതൊരു ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. മഹാപ്രഭു അത് മാത്രം വേണ്ട പറയരുത് എന്ന് പറയും. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതുപോലെ ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ഞാൻ എന്നെ പോലെ ഒരു തുച്ഛമായ ഒരു 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 ആള് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തൊരു നഷ്ടമില്ല. ഒരു എറുമ്പ് ചത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, നമുക്ക് വലിയ നഷ്ടമില്ല. അപ്പൊ അതുപോലെയാണ് ഞാൻ ഒരു തുച്ഛമായ ഒരു വസ്തുവാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭഗവാനെ നിങ്ങളെ കണ്ടുകൊണ്ട് വേണം ശരീരം വിടാന്ന് പറയും. അതേപോലെ ഹരിദാസ് ഠാക്കൂറിന്റെ ഒടുവിലത്തെ സമയമാവുമ്പോ ഹരിദാസ് ഠാക്കൂറുടെ മുന്നിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഇരിക്കും. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ണുകൊണ്ട് ഹൃദയം നിറഞ്ഞ് കാണും. ഹൃദയത്തിൽ ചൈതന്യ മഹാപ്രഭുയുടെ തൃപ്പാദങ്ങളെയും വെച്ചുകൊണ്ടും ഭക്തന്മാരുടെ കൂടെ ഭക്തന്മാർ ജപിക്കുക, പാടുക, കീർത്തനം ചെയ്യുക, ആ ഒരു എന്താ പറയുക സാന്നിധ്യത്തിലും നാവിന്മേൽ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിദാസ് ഠാക്കൂർ ശരീരം വിടും. ഒടുവിലത്തെ ശ്വാസം എടുക്കും, ശരീരം വിടും. അത് കഴിഞ്ഞ് ഹരിദാസ് ഠാക്കൂറിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഭക്തന്മാർ എല്ലാവരും ഉച്ചസ്വരത്തിൽ ഭഗവാന്റെ കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം ചെയ്യും. സ്വയം ഭഗവാനായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറുടെ ആയ ശരീരം എടുത്തിട്ട് കീർത്തനിൽ ഡാൻസ് കളിക്കും. അത് കഴിഞ്ഞ് സ്വയം ആ ശരീരം ജഗന്നാഥ്പുരിയിൽ വലിയ മഹാസാഗരം ഉണ്ടല്ലോ, അവിടെ പോയി കുളിപ്പിക്കും. പിന്നെ പറയും, മഹാപ്രഭു എല്ലാവരോടും പറയും, ഇന്ന് മുതൽ ഈ സ്ഥലം, ഈ മഹാസാഗരം ഒരു തീർത്ഥമാണ്, എല്ലാവരും വന്ന് കുളിക്കണം. ഇതിൽ ഹരിദാസ് ഠാക്കൂറിന്റെ ഭക്തി കിട്ടും നമുക്ക് എന്ന് പറഞ്ഞ് ഇത് അനൗൺസ് ചെയ്യും. അതുപോലെ മഹാപ്രഭുവിനെ എടുത്ത് സമാധി കൊടുക്കും. എല്ലാം സ്വയം ചൈതന്യ മഹാപ്രഭു സ്വയം കൈകൊണ്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കണ എല്ലാവർക്കും, ഹരിദാസ് ഠാക്കൂറിനും എല്ലാവർക്കും ഓർമ്മ വന്നത് എന്താ വെച്ചാൽ ഭീഷ്മ പിതാമഹർ ശരീരം വിടുന്ന പോലെയാണ്. ഭീഷ്മ പിതാമഹനും ഇച്ഛാമൃത്യു ഉണ്ടായി, അതുപോലെയാണ് ഹരിദാസ് ഠാക്കൂറിനും ഇച്ഛാമൃത്യുവായി എന്ന് സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവും പറയും, ഇച്ഛാ മാത്രേ കൈലോ നിജ പ്രാണ നിഷ്ക്രമൺ പൂർവ്വ ജനോ ശുനിയാച്ചേ ഭീഷ്മേര മൊറാൻ. അതായത് മുമ്പ് കേട്ട ഭീഷ്മ പിതാമഹരുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് ഇപ്പോൾ ഹരിദാസ് ഠാക്കൂർ ശരീരം വിടുന്ന കാണുമ്പോൾ. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന് ഹരിദാസ് ഠാക്കൂറിനെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ശരീരം വിട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഹരിദാസ് ആച്ചില പൃഥ്വീര ശിരോമണി തഹാ ബിന രത്നശൂന്യ ഹൈലെ മേധിനി. അതായത് ഹരിദാസ് ഠാക്കൂർ വന്ന ഈ ഒരു ഭൂമിയുടെ ഒരു ശിരോമണിയാണ്, ഒരു വിലപ്പെട്ട ഒരു ജുവലാണ്, ഒരു മണിയാണ്. ഇനി ഹരിദാസ് ഠാക്കൂർ പോയി കഴിഞ്ഞു, ഇനി ഈ ഭൂമിക്ക് ആ രത്നം നഷ്ടപ്പെട്ടു, ആ ശിരോമണി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു പറയും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനോട് വർണ്ണിച്ച് പറയുകയാണത്. ഹരിദാസ് ഠാക്കൂറും ഭീഷ്മ പിതാമഹരും രണ്ടുപേരും അവനവന്റെ ഇച്ഛ അനുസരിച്ചാണ് ശരീരം വിട്ടത്. രണ്ടുപേരും അവനവന്റെ ഇഷ്ടദേവന്റെ ഭക്തന്മാരുടെ സാന്നിധ്യത്തിലാണ് ശരീരം വിട്ടത്. അതായത് ഹരിദാസ് ഠാക്കൂറുടെ കണ്ണിന്റെ മുന്നിൽ, നേത്രങ്ങളുടെ മുന്നിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവും മഹാപ്രഭുയുടെ പാർഷദ്മാരും മഹാപ്രഭുയുടെ ഭക്തന്മാരും. അതേപോലെ ഭീഷ്മ പിതാമഹരുടെ കണ്ണിന്റെ മുന്നിലായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരായ പാണ്ഡവന്മാരും. എല്ലാവരുടെ സാന്നിധ്യത്തിലാണ് ഭീഷ്മ പിതാമഹ ശരീരം വിട്ട്. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാണ്, ഭഗവാനെ കുറിച്ച് മരണസമയത്ത് ആലോചിച്ചാൽ മാത്രം മതി, നമുക്ക് പരമമംഗലമാണ്, ഭഗവാന്റെ അടുത്ത് എത്താൻ പെടും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നു, ഭീഷ്മ പിതാമഹ ആവട്ടെ, അല്ല ഹരിദാസ് ഠാക്കൂർ ആവട്ടെ, ഇവരെല്ലാവരും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ മാത്രമല്ല, ഭഗവൻ നാമം നാവിന്മേൽ, ഭഗവാന്റെ സ്മരണം, ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ഗുണത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടും ഭഗവാനെ സേവിച്ചുകൊണ്ടുമാണ് അവര് ശരീരം വിട്ടത്. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യജന്മത്തെ ഒരു പെർഫെക്ഷൻ എന്ന് പറയില്ലേ, നമ്മുടെ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അതായത് നമ്മുടെ ഹ്യൂമൻ ഫോമാണ്, നമ്മുടെ മനുഷ്യജന്മത്തെ ഒരു പെർഫെക്ഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരം വിടണം. മൃത്യു സമയത്ത് നമുക്ക് ഭഗവാനെ ഓർമ്മ വരണം. പക്ഷെ അത് എളുപ്പമല്ല. കാരണം ഭഗവാൻ സ്വയം തിരിച്ച ഗീതയിൽ പറയും, ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം.
ഈ 4 കാര്യം ജന്മ, മൃത്യു, ജര, വ്യാധി നമുക്ക് ദുഃഖം തരും. നമുക്ക് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഈ ജന്മം കിട്ടണത്, ജന്മം ആവണത്. പക്ഷെ തിരിച്ചും ഭഗവാന്റെ ഒരു കരുണ കൊണ്ട് നമുക്ക് അതൊക്കെ മറക്കും. ഇപ്പൊ നമുക്കൊന്നും ഓർമ്മയില്ല ആ വേദന സഹിച്ചതൊന്നും. അതേപോലെ ജര, അതായത് വയസ്സായ കാലം എന്ന് ആലോചിക്കുമ്പോൾ, വൃദ്ധാവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇനി സമയമുണ്ടല്ലോ, എനിക്ക് 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനി സമയമുണ്ട്, അപ്പൊ നോക്കാം, അങ്ങനെ വിചാരിക്കും. അതേപോലെ വ്യാധി, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു വെച്ചാൽ ആ ഒരു സമയത്തേക്ക്, വയ്യാതെ ഉള്ള സമയത്തേക്ക് മാത്രമേ നമുക്ക് കുറച്ച് ദുഃഖം ഉണ്ടാവുള്ളൂ, പ്രയാസം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ നിന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ ചില പേർക്ക് ചിലപ്പോൾ ചെറുപ്പത്തിലെ മരണം വന്നാൽ അപ്പൊ ജര ഉണ്ടാവില്ല, വയസ്സായ കാലം വരില്ല, വൃദ്ധാവസ്ഥ വരില്ല. ചില പേർക്ക് ഭഗവാൻ സഹായിച്ച് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അധികം അസുഖങ്ങളും ഉണ്ടാവില്ല, അപ്പൊ ആ ഒരു ദുഃഖവും ഉണ്ടാവില്ല. പക്ഷെ മൃത്യു എന്നുള്ള സംഭവം എല്ലാവർക്കും നിശ്ചിതമാണ്, എല്ലാവർക്കും വരും. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും മൃത്യു എല്ലാവർക്കും വരും. അപ്പോ ആ മൃത്യു നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം, ചിലവർ പറയുമല്ലോ, നിങ്ങൾ ഇത്ര ഹരേ കൃഷ്ണ മാമന്ത്രമൊക്കെ ജപിക്കുന്നുണ്ട്, നിങ്ങൾക്കും ഞങ്ങളെ പോലെ മരണം ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും വ്യത്യാസം എന്ന് വിചാരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ഒരു ഉദാഹരണം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു പൂച്ചയുടെ ആ പല്ലുള്ള വായയില് ഒരു എലീനെയും പിടിക്കും, അതേ സ്ഥലത്ത് അതേ പല്ലുകൊണ്ട് അതേ വായ കൊണ്ട് ആ ഒരു പൂച്ചക്കുട്ടീനെയും പിടിക്കും. പക്ഷെ രണ്ടുപേരുടെ അനുഭവം വ്യത്യാസമാണ്. ഒരു പൂച്ച ഒരു എലീനെ വായിൽ വെച്ച് വെച്ചാൽ അത് എലിക്ക് മരണമാണ്, ഭയങ്കര ഒരു ഡിസ്ട്രക്ഷനാണ്, എന്താ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. പക്ഷെ ആ പൂച്ചക്കുട്ടിക്ക് അതൊരു കംഫേർട്ടാണ്, ഒരു സുഖമുള്ള സ്ഥലമാണ്, നല്ലൊരു ലക്ഷ്യമാണ്, നല്ല ഗതിയാണ്. കാരണം ഒരു അമ്മ സ്നേഹമായിട്ട് പിടിക്കുകയാണ്. അതുപോലെ ഭഗവാൻ പറയും, മൃത്യു സർവശ്ചഹരം, അതായത് ഞാൻ മൃത്യുയുടെ രൂപത്തിലായി വന്ന് എല്ലാം എടുക്കും. പക്ഷെ ആരുടെ അടുത്ത് നിന്ന്? ഈ ഭൗതികമായ ലോകത്ത് ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് തെറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ശരിയായ ജീവിതം ജീവിക്കാത്ത ആൾക്കാരുടെ ലൈഫിലാണ് ഭഗവാൻ ഒരു മൃത്യു രൂപത്തിൽ വരിക. അപ്പൊ അവർക്കൊക്കെ പേടിയാവും. പക്ഷെ ഒരു ഭക്തൻ എങ്ങനെയാച്ചാ, ഭക്തന് ഒരു പൂച്ചയുടെ വായോടുള്ള ഒരു പൂച്ചക്കുട്ടി ഇരിക്കണ പോലെയാണ്. ഒരു ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു കംഫേർട്ടാണ്, നല്ലൊരു ഗതിയാണ്. അതുകൊണ്ട് ഒരു ഭക്തൻ ഭയപ്പെടില്ല മൃത്യുവിനെ. പക്ഷെ ഒരു ഭക്തൻ എപ്പോഴും തയ്യാറായിരിക്കും. ഏത് സ്ഥിതിയാവട്ടെ, ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം, ഭഗവാനെ കുറിച്ച് സ്മരിക്കണം. നല്ലത് വന്നോ ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ചീത്തതായോ ശരി സ്മരിക്കുക, എന്തുണ്ടെങ്കിലും നന്ദി പ്രകടിപ്പിക്കുക ഭഗവാന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ വിചാരിച്ചു ഇത് വേണം എന്ന്, പക്ഷെ എനിക്ക് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച പോലെ നടക്കണില്ല, എന്നാലും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഭഗവാന്റെ എന്തെങ്കിലും ഇതിൽ എനിക്ക് വേണ്ടി നല്ല ഉദ്ദേശം ഉണ്ടാവും, അതിന് വേണ്ടിയാണ് എങ്ങനെ നടക്കണേ, ഇങ്ങനെ എൻ്റെ ഒപ്പം ആവണമെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഹിസ് ഗ്രേസ് രാധേശ്യാം പ്രഭു നല്ലൊരു ഉദാഹരണം തരും. അവർ പറയും, നമ്മൾ ജീവിതത്തിൽ കുന്തി ദേവിയെ പോലെ പുറകോട്ട് നോക്കി ഭഗവാന് നന്ദി പ്രകടിപ്പിക്കണം. ഭഗവാനെ, എത്രയൊക്കെ ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു, എന്തൊക്കെ സംഭവിച്ചു, ആരോഗ്യത്തിലാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായാവട്ടെ, എന്തൊക്കെ ദുഃഖമുണ്ടോ, എല്ലാം എനിക്ക് ദുഃഖം വന്നു. പക്ഷെ ഭഗവാനെ എപ്പോഴും എന്നെ സംരക്ഷിച്ചുകൊണ്ടും എന്നെ നോക്കിക്കൊണ്ടും കുന്തി ദേവിയെ ഭഗവാൻ സംരക്ഷിച്ച പോലെ എന്നെയും സംരക്ഷിച്ചു പറഞ്ഞ് നമ്മൾ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം. അതേപോലെ നമ്മൾ പ്രഹ്ലാദ് മഹാരാജനെ പോലെ, പ്രഹ്ലാദ് മഹാരാജൻ മുമ്പോട്ട് വരാൻ പോണ്ടോ അറിയില്ല, പക്ഷെ എന്നാലും ഭഗവാനെ, എന്ത് വന്നാലും എനിക്ക് ഭഗവാൻ ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യത്തിൽ പ്രഹ്ലാദ് മഹാരാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കണം, ഭൂതകാലത്തിൽ കുന്തി ദേവിയെ ഭഗവാൻ സഹായിച്ചു, രക്ഷിച്ചു, ഭാവി കാലത്തിൽ പ്രഹ്ലാദ് മഹാരാജനെ ഭഗവാൻ രക്ഷിച്ചു, ഭഗവാൻ സംരക്ഷിച്ചു. അപ്പൊ വർത്തമാന കാലത്തിൽ ഭഗവാൻ എന്നെയും രക്ഷിക്കും, എന്നെയും സംരക്ഷിക്കും എന്നുള്ള ഒരു ഭാവനയാണ് ഭക്തന് വേണ്ടത്. അതേപോലെ ധ്രുവ മഹാരാജാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. ധ്രുവ മഹാരാജാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. അതേപോലെ നമ്മൾ മനസ്സിൽ നോക്കണം, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടോ, നമ്മൾ അത് ഭഗവാനെ അർപ്പിക്കണം. ഭഗവാനോട് പറയണം, ഇതൊക്കെ നല്ലത് എനിക്ക് കിട്ടിയത് ഭഗവാനെ, നിങ്ങളുടെ കാരണമാണ് പറഞ്ഞ് ഒരു നന്ദി പ്രകടിപ്പിച്ച് നമ്മൾ ഉള്ളിൽ നമ്മുടെ അടുത്ത് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ ഭഗവാനിൽ സമർപ്പിക്കണം. അതേപോലെ പ്രഭുപാദർ പുറത്ത് നോക്കി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഭഗവാൻ സമർപ്പിച്ചു. ആൾക്കാരെ കണ്ടോ അവരെ ഭക്തന്മാരായി ഭഗവാനെ സമർപ്പിച്ചു. നിലം ഭൂമി കണ്ടോ അതിൽ അമ്പലം പണിഞ്ഞ് ഭഗവാനെ സമർപ്പിച്ചു. ധനരാശി കിട്ടിയോ അതും ഭഗവാന് വേണ്ടി സമർപ്പിച്ചു, അമ്പലം പണിഞ്ഞു, ഭഗവാൻ ഭക്തന്മാർക്ക് പ്രസാദം കൊടുത്തു. സോ 4 കാര്യം നമ്മൾ ഇവിടെ നോക്കി. അതായത് കുന്തി ദേവിയെ പോലെ പുറകോട്ട് ലൈഫിൽ നോക്കിച്ച എന്തൊക്കെ സംഭവിച്ചോ അത് നമ്മൾ ഭഗവാൻ സമർപ്പിക്കുക, നമ്മളെ സംരക്ഷിച്ചതിന് ഭഗവാനെ നന്ദി പ്രകടിപ്പിക്കുക.
പ്രഹ്ലാദ് മഹാരാജാവിനെ പോലെ എന്ത് വരാൻ പോകുന്ന ഭാവി കാലത്തിൽ അതും നമ്മൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. നമ്മൾ ഭഗവാനെ പേടിക്കാണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുക. ധ്രുവ മഹാരാജാവിനെ പോലെ നമ്മുടെ ഹൃദയത്തിന് ഉള്ളിൽ എന്തുണ്ടോ അതും ഭഗവാന് സമർപ്പിക്കുക. അതേപോലെ പ്രഭുപാദിനെ പോലെ പുറമെ എന്തുണ്ടോ അതും നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. സോ പ്രഭുപാദ് ഇതുപോലെ എനിക്ക് അതേ ഒരു ഉദാഹരണമാണ് ശ്രീല പ്രഭുപാദിന്റെയും കൂടി. ഭീഷ്മ പിതാമഹ പോലെ പ്രഭുപാദും ഒടുവിലത്തെ നിമിഷം വരെ ബാക്കി അംഗങ്ങളൊന്നും ഒന്നും സഹായിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല, കടന്ന കടപ്പിലാണ്. പക്ഷെ അപ്പോഴും നാവ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യാറുന്നു ഡിസൈപ്പിൾസിനോട്, ശിഷ്യന്മാർക്ക് നോട്ട്സ് പോലെ. അപ്പൊ അതാണ് ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ഭാഗവത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രഭുപാദും ഭീഷ്മ പിതാമഹരെ പോലെ ഒടുവിലത്തെ നിമിഷം വരെ ഭഗവാനെ എങ്ങനെ സഹായിക്കാൻ പറ്റും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഭീഷ്മ പിതാമഹയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ, എങ്ങനെയാണ് ഭീഷ്മ പിതാമഹ കൃഷ്ണന്റെ പക്ഷം വിട്ട് എതിർവശത്തായതെന്ന്. അതുപോലെ പല പേര് വിചാരിക്കാം പ്രഭുപാദ് എന്താണ് വയസ്സായ കാലത്ത് വൃന്ദാവനൊക്കെ വിട്ട് അമേരിക്കയിലൊക്കെ കറങ്ങാൻ പോയതെന്ന്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ ആൾക്കാർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഭഗവാന് വേണ്ടി എന്താ പ്രീതിപ്പിക്കുക, ഭഗവാൻ എന്താണ് സന്തോഷപ്പെടുത്തുക, അത് വിചാരിച്ചിട്ട് പ്രഭുപാദ് നമുക്കൊക്കെ എന്താ വിചാരിക്കാൻ, നമ്മൾ വയസ്സായല്ലോ സാരില്ല, നമ്മളിനി വൃന്ദാവനിലോ പോയിട്ടോ ഗുരുവായൂർ പോയിട്ടോ ഭജന ഇരിക്കാൻ വിചാരിക്കും. പക്ഷെ അത്ര 70 വയസ്സിന് മുകളിലായിട്ട് അതൊക്കെ വിട്ട് ഒരു അമേരിക്ക പോലെ ഒരു സ്ഥലത്ത് വന്ന് ഭഗവാനെ പറ്റി സംസാരിക്കുക, ഭഗവാന് അതായിരിക്കും സന്തോഷം എന്ന് മനസ്സിലാക്കി ചെയ്യുക. അത് ശ്രീല പ്രഭുപാദും എൻ്റെ മനസ്സിൽ ഭീഷ്മ പിതാമഹയുടെ തുല്യമാണ്. അതുപോലെയാണ് പ്രഭുപാദും. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം മനസ്സിൽ. ഭഗവാനെ നമുക്ക് എപ്പോഴാ ശരീരം വിടാനുള്ള അവസരം വരാമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം ഉണ്ടായിരുന്നു, നമുക്ക് അറിഞ്ഞു. അതുപോലെ ഖട്വാങ്ക മഹാരാജിന് 48 നിമിഷം ഉണ്ടായിരുന്നു, അവർക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് 7 സെക്കൻഡ് ഉണ്ടോന്നും കൂടി അറിയില്ല, എപ്പോഴാണ് മൃത്യു വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, മുകുന്ദം മൂർധ പ്രണിപത്യ യാചേ ഭവന്തമേകാന്തമിയന്തമർത്ഥം അവിസ്മൃതിസ്തച്ചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദാത്. അതായത് ഭഗവാനെ എന്നെ എവിടെ വേണച്ചാൽ വെച്ചോളൂ, ഈ ജന്മം അടുത്ത ജന്മം എൻ്റെ കർമ്മത്തിനുണ്ട്, എന്നെ എവിടെ വേണമെങ്കിൽ എനിക്ക് ജന്മം കൊടുത്തോളൂ, എങ്ങനെ വേണമെങ്കിൽ എന്നെ വെച്ചോളൂ. പക്ഷെ എനിക്ക് ഒരേ ഒരു യാചനയുള്ളൂ, ഭഗവാന്റെ ചരണത്തിൽ നമസ്കരിച്ച് ഒരേ ഒരു യാചനയുള്ളൂ. അതായത് എനിക്ക് അവിസ്മൃതിസ്തച്ചരണാരവിന്ദേ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഒരിക്കലും എൻ്റെ മനസ്സ് വിട്ടു പോകരുത്, ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ല. ഈ ഒരു ആഗ്രഹം മാത്രം എപ്പോഴും നമ്മൾ വെച്ചുകൊണ്ടേയിരിക്കണം. ബാക്കി എന്ത് വേണമെച്ചാൽ ആയിക്കോട്ടെ, നമ്മൾ എവിടെ വേണമെങ്കിൽ ഇരുന്നോട്ടെ, എവിടെ വേണമെങ്കിൽ നമ്മളെ വെച്ചോട്ടെ, ആരുടെ കൂടെയെങ്കിലും വെച്ചോട്ടെ. പക്ഷെ ഭഗവാനെ മറന്നുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും വെക്കണം. കാരണം അതാണ് എല്ലാ വക വേദത്തിന്റെയും സാരാംശം. സ്മർത്തവ്യോ സതതാം വിഷ്ണുർ വിസ്മർത്തവ്യ ന ജാതുചിത് സർവേ വിധി നിഷേധഃ സ്യുർ ഏതയോർ ഏവ കിംകരഃ. അതായത് പലവിധ കാര്യങ്ങളുണ്ടാവും, ഇത് നമുക്ക് ചെയ്യേണ്ടതുമാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ അരുതാത്ത, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഭഗവാനെ കുറിച്ച് എപ്പോഴും സ്മരിക്കുക. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ. ആൻഡ് അതേപോലെ ഏത് കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ കൃഷ്ണനെ ഒരിക്കലും മറക്കാൻ പാടില്ല. നെവർ ഫർഗെറ്റ് കൃഷ്ണ. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ. ഇതായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവണം. എല്ലാം കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കണം, നമ്മളിത് ചെയ്യേണ്ട ഇതിൽ നമ്മൾ ഭഗവാൻ എങ്ങനെയാണ് ആലോചിക്കുക. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്നും ആവില്ല, കറങ്ങാൻ പോയി എല്ലാവരായിട്ട് ചിലപ്പോൾ ഫാമിലി ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ പോകുമ്പോൾ നോക്കുക, ഭഗവാന്റെ എന്തൊരു ഭംഗിയുള്ള പെയിന്റിംഗ് ആണ്, എന്തൊരു ഭംഗിയായ നിസർഗമാണ്, നല്ല മരങ്ങളും നല്ല പുഷ്പങ്ങളും ഫ്രൂട്ട്സും, അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ ഭഗവാനെ നോക്കാൻ പഠിക്കണം, ഭഗവാനെ മറക്കാൻ പാടില്ല. സോ അങ്ങനെ നിങ്ങളെല്ലാവരുടെയും ചരണത്തിൽ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇന്ന് സംസാരിച്ചതിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമേ. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് ബോധ്യമായിച്ചാൽ അതൊക്കെ എൻ്റെ ഗുരു മഹാരാജാവിൻ്റെ തൃപ്പാദത്തിലും ശ്രീല പ്രഭുപാദിൻ്റെ തൃപ്പാദത്തിലും ഞാൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.